അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കെല്ലാവർക്കും ഒരുപോലെയുള്ള ഒരു ആഗ്രഹമാണ്. നമ്മൾ വിചാരിക്കുന്ന ആള് നമ്മളെയും സ്നേഹിക്കണം എന്നുള്ളതില്ലേ? ഇപ്പോൾ നമുക്ക് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം വേണം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിൽ നിന്ന് സ്നേഹം വേണം. അല്ലേ? ഭാര്യ ആഗ്രഹിക്കും എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് സ്നേഹം വേണം. അല്ലെങ്കിൽ ഭർത്താവ് ആഗ്രഹിക്കും എൻ്റെ ഭാര്യയിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന പോലുള്ള സ്നേഹം എനിക്ക് വേണം. അങ്ങനെ മാതാപിതാക്കൾ ആഗ്രഹിക്കും മക്കളിൽ നിന്നുള്ള സ്നേഹം. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സ്നേഹങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ദുആ ദിവസവും പതിവാക്കുക. നമ്മളെക്കൊണ്ട് എത്ര ചൊല്ലാൻ കഴിയുമോ അത്രയും നമ്മൾ ചൊല്ലുക. ഇത് നമ്മുടെ ഖുർആനിൽ ഒരുപാട് ദുആകളും ആയത്തുകളൊക്കെ ഉണ്ട്. ഒരുപാട് ആയത്തുകളെല്ലാം ഉണ്ട്. പക്ഷേ അതിൽ നിന്നൊരു ചെറിയ ആയത്താണ് ഞാൻ ഇന്നത്തെ ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾക്ക് പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റിയിട്ടുള്ള, പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. ഇത് മറ്റുള്ള കാര്യങ്ങൾക്ക്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. വേറെ ഒരു വ്യക്തിയിൽ നിന്ന്, അനാവശ്യമായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന്, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇരിക്കുന്ന ഭാര്യ ഭർത്താവ് അവര് വേറൊരു അന്യ സ്ത്രീയിൽ നിന്ന് അല്ലെങ്കിൽ അന്യ പുരുഷനിൽ നിന്ന് സ്നേഹം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആയത്ത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. കാരണം അതിനുള്ള നെഗറ്റീവായിട്ടുള്ള അത് നിങ്ങൾക്ക് തന്നെ വന്നു ചേരും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. എല്ലാം പോസിറ്റീവ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക എല്ലാ കാര്യങ്ങളും. അല്ലാഹു ഒരുവൻ ഇതെല്ലാം കാണുന്നുണ്ട്. ഒരു നാൾ നമ്മുടെ ജീവിതത്തിൽ ഇതിന് എല്ലാം ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ, ഒരു പേടിയോട് കൂടി വേണം എല്ലാം ചെയ്യാൻ. നിസ്കാരങ്ങളൊന്നും മുടക്കാതിരിക്കുക. അല്ലാഹുവിനെ ഇത് നേരവും മനസ്സിൽ കൊണ്ടു നടക്കുക. അല്ലാഹുവിനല്ലാതെ ഒന്നും നടത്താൻ കഴിയില്ല. ഞാൻ എത്ര ദുആ ചെയ്താലും, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് കണ്ണ് തുറക്കാതെ ഒന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അല്ലാഹുവിനെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട്, ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടിയിരിക്കും. അതിനായിട്ട് നമ്മൾ കാത്തിരിക്കുക. ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് വേണ്ടത്. നമ്മൾ എന്ത് കാര്യമായാലും, എന്തും ഹലാലായ കാര്യങ്ങൾക്ക്, നല്ല ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം ഈ ഒരു ആയത്ത് ചൊല്ലിത്തീർക്കാൻ വേണ്ടി. നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്ന കാര്യമായിരിക്കണം അത്. അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിന് ദോഷം വരുത്തുന്ന രീതിയിലോ, അവരുടെ ജീവിതത്തിൽ വിഷമങ്ങളോ, അങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് തരുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ആയത്ത് ഏതാണെന്ന് വെച്ചാൽ വ അൽഖൈതു അലൈക മഹബത്തൻ മിന്നി വലി തുസ്നഅ അല ഐനി എന്നാണ് ഈ ആയത്ത് വരുന്നത്. മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആയത്ത് നമ്മളെ കൊണ്ട് എത്ര ചെല്ലാൻ സാധിക്കുമോ അത്രയും ചൊല്ലുക. നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയിൽ നിന്ന് നമുക്ക് സ്നേഹം ലഭിക്കുന്നതാണ്. ഉറപ്പായി ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. നമുക്ക് എപ്പോൾ ചെല്ലാൻ കഴിയുന്നോ അത്രയും പ്രാവശ്യം, അത്രയും സമയം നമ്മൾക്ക് ഇത് തീർക്കാവുന്നതാണ്. നമ്മളിത് ചൊല്ലുന്നതിന് മുന്നേ ആയിട്ട് നിയത്ത് വെക്കുക. ഇന്ന വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന ആളിൽ നിന്ന് എനിക്കൊരു സ്ഥാനം വേണം, അയാളുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം വേണം, എനിക്ക് സ്നേഹം വേണം എന്ന് നിയത്ത് വെച്ചതിന് ശേഷം ഈ ഒരു ആയത്ത് നമ്മളെ കൊണ്ട് ചെല്ലാൻ കഴിയുന്ന അത്രയും ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അതിനുള്ള ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.